കേരളത്തിൽ മൈക്രോ ഫിനാൻസ് വായ്പകൾ പല കുടുംബങ്ങളെയും ആശ്രയമാക്കി മാറ്റിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട അമിത പലിശയും പീഡനപരമായ കളക്ഷനും വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. RBIയുടെ ചട്ടപ്രകാരം ഏതൊരു NBFC മൈക്രോ ഫിനാൻസ് സ്ഥാപനവും പലിശ നിരക്കും അഡീഷണൽ ചാർജുകളും തുറന്നടിയായി രേഖപ്പെടുത്തണം. മറച്ചുവെക്കാൻ അവർക്കും നിയമപരമായ അധികാരമില്ല. അമിത പലിശ ഈടാക്കൽ, ഭീഷണിപ്പെടുത്തൽ, വീട്ടിലേക്ക് സംഘം ചേർന്ന് വരൽ ഇവ ബോറോവർ പ്രൊട്ടക്ഷൻ റൂൾസ് പ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമാണ്. പീഡനത്തിന് ഒരാളും വഴങ്ങേണ്ടതില്ല. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർ ആദ്യം കമ്പനിക്ക് എഴുതി പരാതിയും പൂർണ്ണ വിവരങ്ങളും നൽകണം. തെളിവായി ലോൺ എഗ്രിമെന്റ്, പാസ്ബുക്ക്, രസീത്, കോളിന്റെ റെക്കോർഡ്, സന്ദേശങ്ങൾ എല്ലാം കൂടി ചേർക്കണം. പരിഹാരം ലഭിക്കാത്ത പക്ഷം RBI ഓംബുഡ്സ്മനിൽ ഫ്രീ ആയി പരാതി നൽകാം. അതിന് CMS-RBI.org എന്ന വെബ്സൈറ്റിൽ പോകണം. ബാങ്ക് NBFC തിരഞ്ഞെടുക്കുക. പ്രശ്നം എഴുതുക. എല്ലാ തെളിവുകളും അപ്ലോഡ് ചെയ്യുക. ഒടുവിൽ പരാതി സമർപ്പിക്കുക. ഇതിന് ഫീസ് ഒന്നുമില്ല. പ്രത്യേക സംരക്ഷണം ലഭിക്കും. അനധികൃത ബ്ലേഡ് മൈക്രോ ഫിനാൻസ് ഗ്രൂപ്പുകൾക്കെതിരെ പോലീസ് സ്റ്റേഷനിലും ജില്ലാ കലക്ടറുടെ ഓഫീസിലും റവന്യൂ വിദഗ്ധ വിഭാഗങ്ങളിലും പരാതി നൽകാം. ഇവർക്ക് നിയമപരമായ സ്പെഷ്യൽ സ്കോപ്പ്വാർഡുകൾ ഇതിനായി നിലവിലുണ്ട്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിന്തിച്ചും പരിശോധിച്ചും ചെയ്യണം എന്നതാണ്. മറുപടി കിട്ടാത്ത പക്ഷം അല്ലെങ്കിൽ മറുപടി തൃപ്തികരമല്ലെങ്കിൽ പിന്നെയാണ് RBI ഓംബുഡ്സ്മൻ വഴി പരാതി നൽകാൻ കഴിയുക. കമ്പനിക്ക് നൽകിയ പരാതിയുടെ കോപ്പി, പാസ്ബുക്ക്, രസീത്, ലോൺ എഗ്രിമെന്റ്, കോളിന്റെ റെക്കോർഡ്, സന്ദേശങ്ങൾ എല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കുക. RBIയിൽ പരാതി നൽകുമ്പോൾ ഇവയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. ടെർമിനലി സ്റ്റെപ്പുകൾ ശരിയായി ചെയ്താൽ RBI നിങ്ങളുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കും. കാരുണ്യ ഫിനാൻസ് മീഡിയ നിങ്ങളുടെ സാമ്പത്തിക ചിന്തകൾക്ക് വഴികാട്ടിയാണ്. ദാ വന്നു മനുഷ്യജീവിതത്തിന് ആവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളുടെയും വാർത്തകളും അറിവുകളും ആവശ്യമായ സഹായങ്ങളും ഒരൊറ്റ ഇടത്ത് ലഭിക്കുന്നിടം. കാരുണ്യ ഫിനാൻസ് മീഡിയ. ഉപകാരപ്രദമായ ഓരോ വിവരവും നഷ്ടപ്പെടാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് ഉറപ്പാക്കൂ.